ഇന്ന് ഇസ്ലാമിൽ മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സലാമിനെ പറ്റിയാണ് പാശ്ചാത്യൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അസ്സലാമു അലൈക്കും കാലാതീതം. ഈ സലാം കാലാതീതമാണ്, കാലത്തെ പോലും അതിജയിക്കുന്നതാണ്. അവിടെ പാശ്ചാത്യം നമ്മളെ പഠിപ്പിച്ച അഭിവാദനം ഏതാണ്? നേരം വെളുത്തു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, കുറച്ചു കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ, കുറച്ചുകൂടി കഴിഞ്ഞാൽ മധ്യാഹ്നം കഴിഞ്ഞ് സായാഹ്നത്തിലേക്ക് എത്തിയാൽ ഗുഡ് ഈവനിങ്, അല്പം കൂടി കഴിയുമ്പോൾ ഗുഡ് നൈറ്റ്. ബസ് ഗുഡ് നൈറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ സുതാര്യമാകും? ഇതെങ്ങനെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ ചേട്ടന്റെ മോൻ അമേരിക്കയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ നമുക്കവന് ഒരു ഗുഡ് നൈറ്റ് വിഷ് ചെയ്യണം. നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ അമേരിക്കയിലുള്ള ചേട്ടന്റെ മോൻ, അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്റെ മോന് ഡയൽ ചെയ്തു, അവൻ അവിടെ അറ്റൻഡ് ചെയ്തു. നമ്മൾ അവനോട് എന്ത് പറയും? ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ അവൻ ആക്ച്വലി ഗുഡ് മോർണിംഗ് അല്ലേ? ഇനി അവൻ അവിടെ ഗുഡ് മോർണിംഗ് ആണല്ലോ, ഇവിടുത്തെ ഡേ ടൈം അവിടുത്തെ നൈറ്റാണ്, അവിടുത്തെ നൈറ്റ് ഇവിടുത്തെ ഡേ ടൈമാണ് എന്ന് പറഞ്ഞ് മനസ്സിലായി. നമ്മൾ അവനെ കണ്ടറിഞ്ഞിട്ട് ഇവിടെ രാത്രിയാണെന്ന് പരിഗണിക്കാതെ നമ്മൾ അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ പറ്റി എന്ത് പറയും? അവിടെയാണ് ഒരു വിശാലമായിരിക്കുന്ന ഒരു അഭിവാദന പ്രക്രിയ. രാമാണെന്നില്ല, പകലാണെന്നില്ല, പട്ടാപകലും നട്ടപ്പാതിരക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനോഹരം, ബ്യൂട്ടിഫുൾ. ഈ മതത്തെയാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും എവിടെ, ഏത് നട്ടപ്പാതിരക്കും, ഏത് പട്ടാപകലും, വിത്തൗട്ട് എനി കണ്ടീഷൻ. സഹോദരാ, നീ എൻ്റെ മതസ്ഥനാണെങ്കിൽ നിനക്ക് രക്ഷയുണ്ടാവട്ടെ. അല്ലാഹു തആലയുടെ സർവനാഥനായ തമ്പുരാന്റെ കടാക്ഷം നിനക്കുണ്ടാവട്ടെ. ഈ സഹിഷ്ണുതയേക്കാൾ വലിയ സഹിഷ്ണുത ഏതാണ് സഹോദരാ? അവിടെ ഷെയ്ക്ക് ഹാൻഡ്, മുസാഫഹത്ത് സുന്നത്താണ് എന്ന് സലാമിന്റെ ബാബിൽ തന്നെ നമുക്ക് കാണാം. മുസാഫഹ, സാഫഹ, അത് മുസാഫഹ. ഒരു കൈ കൊടുത്താൽ പോരാ, മറ്റേ കൈ ഇങ്ങോട്ട് കൊടുക്കണം. അവന്റെ വലത് കൈയിലേക്ക് ഇവന്റെ വലത് കൈ പരസ്പരം പരിരംഭണം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു ഊഷ്മളമായ സ്നേഹം. അപ്പൊ കൈ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ മസ്തിഷ്കം തമ്മിൽ ടച്ച് ആകുന്നു എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തി. മനുഷ്യ ശരീരത്തിന്റെ കൈപദം, അവന്റെ പാം, അവന്റെ ഈ കൈയിന്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് ടച്ച് ചെയ്യുമ്പോൾ, സ്പർശിക്കുമ്പോൾ വേഗം തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്താൽ കൈയിന് ഉറട്ട്, കവറിട്ട്, ഈ കവറിട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വസ്തു പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ എഫക്റ്റ് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തൂല, മെസ്സേജ് ആയിട്ട് കിട്ടൂല. അപ്പൊ നമ്മൾ പിടിച്ച വസ്തു എന്താണ് എന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പ്രയാസപ്പെടും. അതേസമയം നമ്മൾ കവർ ഒഴിവാക്കിയിട്ട് പക്ക കൈ കൊണ്ട് എന്തെങ്കിലും വസ്തുവിനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് പൂട്ടിയിട്ടാണെങ്കിലും ശരി, ആ സന്ദേശം ഉടനെ മസ്തിഷ്കത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ കൈപ്പാദത്തിലെ കൈയിന്റെ ഈ പാമ്പിന്റെ മുകളിലുള്ള അകത്തുള്ള ചെറിയ ചെറിയ സൂക്ഷ്മമായ കുശേരുക്കൾ, ഷോർട്ട് മൈന്യൂട്ട് നേർവ്സ്, ഈ നേരിയ സന്ദേശമാണ് പോകുന്നത്. അപ്പോൾ ഒരാളുടെ കൈ മറ്റൊരാളുടെ കൈയുമായിട്ട് പരസ്പരം ചേർച്ചയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്നത് അവരുടെ മനസ്സിനോട് സ്പന്ദിക്കുന്ന, മസ്തിഷ്കത്തോട് കൂടിച്ചേരുന്ന ഒരു ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റിയാണ്.